بسم الله الرحمن الرحيم وإذ آتينا موسى الكتاب والفرقان لعلكم تهتدون وإذ قال موسى لقومه يا قوم إنكم ظلمتم أنفسكم باتخاذكم العجل فتوبوا إلى بارئكم فاقتلوا أنفسكم ذلكم خير لكم عند بارئكم فتاب عليكم إنه هو التواب الرحيم وإذ قلتم يا موسى لن نؤمن لك حتى نرى الله جهرة فأخذتكم الصاعقة وأنتم تنظرون ثم بعثناكم من بعد موتكم لعلكم تشكرون وظللنا عليكم الغمام وأنزلنا عليكم المن والسلوى كلوا من طيبات ما رزقناكم وما ظلمونا ولكن كانوا أنفسهم يظلمون وإذ قلنا ادخلوا هذه القرية فكلوا منها حيث شئتم رغدا وادخلوا الباب سجدا وقولوا حطة نغفر لكم خطاياكم وسنزيد المحسنين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, നമ്മൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബ് തൗഹീദിൻ്റെ അധ്യായങ്ങളാണ് ഇവിടെ വിശദീകരിച്ച് വരുന്നത്. ഷിർക്കിൻ്റെ ഇനങ്ങൾ ഉണർത്തിക്കൊണ്ടുള്ള അധ്യായങ്ങളാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത്. തൗഹീദ് മനസ്സിലാക്കുവാൻ തൗഹീദിൻ്റെ എതിരായ, തൗഹീദിന് വിരുദ്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതിനാൽ ഷിർക്കിയായ കാര്യങ്ങളെ, ഷിർക്കിൻ്റെ വകുപ്പുകളെയാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഭാഗങ്ങളിൽ ഉണർത്തുന്നത്. അതിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അധ്യായം ബാബു മൻ തബറക ബിശജരിൻ ഔ ഹജരിൻ വനഹ്വിഹിമ എന്ന അധ്യായമാണ്. ബാബു മൻ തബറക ബിശജരിൻ ഔ ഹജരിൻ വനഹ്വിഹിമ. അതിൽ സൂറത്തു നജ്മിൽ നിന്നുള്ള ഏതാനും ആയത്തുകളും
അബൂ വാഖിദിനിൽ ലൈസി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തിർമുദി അദ്ദേഹത്തിൻ്റെ സുനനിൽ റിപ്പോർട്ട് ചെയ്ത് അദ്ദേഹം സഹീഹ് എന്ന് വിശേഷിപ്പിച്ച ഒരു ഹദീസുമാണ് ഷെയ്ഖ് നൽകിയിട്ടുള്ളത്. ആയത്തുകൾ വഖൗലുല്ലാഹി തആല അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വമനാത الثالثة الأخرى അലകുമു الذكر وله الأنثى تلك إذا قسمة ضيزى إن هي إلا أسماء سميتموها أنتم وآباؤكم ما أنزل الله بها من سلطان إن يتبعون الظن وما تهوى الأنفس ولقد جاءهم من ربهم الهدى. حديث عن أبي واقد الليثي قال خرجنا مع رسول الله صلى الله عليه وسلم إلى حنين ونحن حدثاء أحد بكفر وللمشركين سدرة يعكفون عندها وينوطون بها أسلحتهم يقال لها ذات أنواط فمررنا بسدرة فقلنا يا رسول الله اجعل لنا ذات أنواط كما لهم ذات أنواط فقال رسول الله صلى الله عليه وسلم الله أكبر إنها السنن قلتم والذي نفسي بيده كما قالت بنو إسرائيل لموسى اجعل لنا إلها كما لهم آلهة قال إنكم قوم تجهلون لتركبن سنن من كان قبلكم. باب من تبرك بشجر أو حجر ونحوهما. ഈ അധ്യായം ഷജർ കൊണ്ട് ഹജർ കൊണ്ട് അവ പോലുള്ളത് കൊണ്ട് ബർക്കത്തെടുക്കുന്നവരുടെ വിഷയത്തിലുള്ള അധ്യായമാണ്. ബാബ് മൻ, ഒരു കൂട്ടരുടെ വിഷയം പ്രതിപാദിക്കുന്ന അധ്യായം, അല്ലെങ്കിൽ അവരുടെ വിധി പ്രഖ്യാപിക്കുന്ന അധ്യായം. ആ വ്യക്തികളുടെ പ്രത്യേകത തബറക്ക, അവർ ബർക്കത്തെടുത്തിരിക്കുന്നു, ബിഷജരിൻ, വൃക്ഷങ്ങൾ കൊണ്ട്, ഔ ഹജരിൻ, അല്ലെങ്കിൽ കല്ലുകൾ കൊണ്ട്, വനഹ്വിഹിമ, അല്ലെങ്കിൽ അവ പോലുള്ള കല്ല് അല്ലെങ്കിൽ വൃക്ഷം പോലുള്ള വസ്തുക്കൾ കൊണ്ട്, ഖബർ കൊണ്ട്, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങൾ കൊണ്ട് ഒക്കെ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഉദാഹരണം പിന്നീട് വരും. അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കൾ കൊണ്ട് തബറുക്ക് എന്ന് പറഞ്ഞാൽ ബർക്കത്തെടുക്കുക, അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന, അവരെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അത് ബിർക്കയിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട പദമാണ്. ബിർക്ക എന്ന് പറഞ്ഞാൽ തടാകം, ജലത്തടാകത്തിനാണ് പറയുക. ജലത്തടാകത്തിൻ്റെ പ്രത്യേകത, തടാകത്തിൽ ധാരാളം വെള്ളം ഉണ്ടായിരിക്കും. തടാകത്തിൽ വെള്ളം ഒലിച്ചു പോകൂല, പിന്നെ അവിടെ ഒതുങ്ങി നിൽക്കും, അവിടെ ഉറച്ചു നിൽക്കും. അപ്പോൾ ഉറച്ചു നിൽക്കുക, അതേപോലെ തന്നെ അധികമുണ്ടാവുക, ഇതാണ് തടാകത്തിൻ്റെ പ്രത്യേകത, ബിർക്കയുടെ പ്രത്യേകത. ഭാഷയിൽ ഇത്തരം പ്രയോഗങ്ങൾ ബറക്കയുമായി ബന്ധപ്പെട്ട് ഒട്ടകം മുട്ടുകുത്തുന്നതിന് ബുറൂക്ക് എന്ന് പറയും. ഇങ്ങനെ ബറക്ക എന്നുള്ള ബറക്കയുമായി ബന്ധപ്പെട്ടുള്ളതായ പ്രയോഗങ്ങൾ, ഇത് ഒരു സംഗതിയുടെ ആധിക്യവും അത് ഉറച്ചു നിൽക്കുക, സ്ഥിരീകരിക്കുക എന്നുള്ളതുമാണ് അറിയിക്കുന്നത്. ശറയിൽ ഉദ്ദേശിക്കപ്പെടുന്ന ബർക്കത്തിൻ്റെ വിഷയത്തിലും അപ്രകാരം തന്നെയാണ്. ഖൈറിൻ്റെ സ്ഥിരീകരണവും ഖൈറിൻ്റെ ആധിക്യവുമാണ് ശറയിൽ ഉദ്ദേശിക്കപ്പെടുന്നതായ ബർക്കത്ത്. അപ്പോൾ തബറുക്ക് എന്ന് പറഞ്ഞാലോ തലബുൽ ബറക്ക, തറബുൽ ഖൈർ, നന്മ തേടുക, പ്രവൃത്തി മുഖാന്തരം, വിശ്വാസം മുഖാന്തരമൊക്കെ ഒരു സംഗതിയിൽ നിന്ന് നന്മ, ഖൈർ തേടുന്നുവെങ്കിൽ, ഫضൽ തേടുന്നുവെങ്കിൽ അതിനാണ് തബറുക്ക് എന്ന് പറയാം. തബറുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള
വിഷയം നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. നമുക്കറിയാം, നന്മ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഖൈറു മിൻ അല്ലാഹ്, നന്മ അള്ളാഹുവിൽ നിന്നാണ്. അതുകൊണ്ടാണ് ബിയദിക്കൽ ഖൈർ, അള്ളാഹുവെ നിന്റെ കയ്യാലാകുന്നു, നിന്റെ കയ്യിലാകുന്നു നന്മ. ലബ്ബൈക വസഅദൈക വൽ ഖൈറു ഫീ യദൈക, ഹദീസുകളിൽ കാണാൻ സാധിക്കും. നന്മ നിന്റെ ഇരു കരങ്ങളിലാകുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും ബർക്കത്തിനെയും ഖൈറിനെയും ഒക്കെ അള്ളാഹുവിലേക്കാണ് ചേർക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു wudu ചെയ്തപ്പോൾ കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം നിർഗളിക്കാൻ തുടങ്ങി. അള്ളാഹു സുബ്ഹാനഹു വ തആല തിരുനബിയുടെ മുഅ്ജിസത്ത് പ്രകടാക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരണത്തിൽ സഹാബികളെ പഠിപ്പിച്ച എന്താ? അൽ ബറകത്തു മിനല്ലാഹ്, ബർക്കത്ത് അള്ളാഹുവിൽ നിന്നാകുന്നു. അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, ബർക്കത്താണ് ഈ വെള്ളം നിർഗളിച്ച് വരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുദ്ധി വരുത്താനുള്ള വെള്ളത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചു. എന്നിട്ട് ഈ മുഅ്ജിസത്ത്, അള്ളാഹുവിൽ നിന്നുള്ള മുഅ്ജിസത്ത് ആളുകളെ കാണിക്കുകയും ബർക്കത്ത് അള്ളാഹുവിൽ നിന്നാണ് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ബർക്കത്ത് അള്ളാഹുവിൽ നിന്നാണ്, ഖൈർ അള്ളാഹുവിൽ നിന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചൊരിഞ്ഞു, അള്ളാഹു ബർക്കത്ത് ചൊരിഞ്ഞതിനെ അള്ളാഹുവിലേക്ക് ചേർക്കുന്നത്. ബാറക്നാ ഹൗലഹു, മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗങ്ങൾ നാം ബർക്കത്ത് ചൊരിഞ്ഞു എന്നാണ് അള്ളാഹു പറയുന്നത്. അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ പറഞ്ഞു, വ ബാറക്നാ അലൈഹി വ അലാ ഇസ്ഹാഖ്, ഇബ്രാഹിമിനും ഇസ്ഹാഖിനും അവരുടെ മേൽ നാം ബർക്കത്ത് ചൊരിഞ്ഞു. അപ്പോൾ മുബാറക്കീങ്ങളായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്ഹാഖ് നബിമാർ ബർക്കത്തുള്ളവരാണ്. അവരുടെ ശരീരത്തിനും ബർക്കത്തുണ്ട്. അതുകൊണ്ടാണ് നബിമാരുടെ ഭൗതിക ശരീരത്തിൽ നിന്ന് ബർക്കത്തെടുക്കുക. അവരുടെ മുടി, വിയർപ്പ് തുടങ്ങിയതിലൊക്കെ ബർക്കത്തെടുക്കുന്നുണ്ട്. കാരണം അവരുടെ ദാത്തിൽ ബർക്കത്തുണ്ട്. ആ ബർക്കത്ത് എവിടുന്ന? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ചൊരിഞ്ഞത്. അതുകൊണ്ടാണ് ബാറക്ന അലൈഹി വഅല ഇസ്ഹാഖ് എന്ന് പറയുന്നത്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, വജഅലനി മുബാറകൻ ഐനമാ കുൻത്, ഞാൻ എവിടെയാണെങ്കിലും, വജഅലനി അവൻ എന്നെ ആക്കിയിരിക്കുന്നു, അവൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ആക്കിയിരിക്കുന്നു, മുബാറകൻ ബർക്കത്ത് ഉള്ളവൻ, അള്ളാഹു ബർക്കത്ത് ഉള്ളവനാക്കുന്നത്. അപ്പം അള്ളാഹുവിൽ നിന്നാണ് ബർക്കത്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ് ബർക്കത്ത് എന്നുള്ളതാണ് ആദ്യത്തെ ബർക്കത്തിൻ്റെ വിഷയത്തിൽ മനസ്സിലാക്കാനുള്ളത്. രണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ബർക്കത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പടപ്പുകളിൽ നിശ്ചയിച്ചിട്ടുണ്ട്. നബിമാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ വ്യക്തികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. നബിമാരുടെ ബർക്കത്ത് പോലെയല്ല നബിമാരല്ലാത്തവരുടെ വിഷയത്തിലുള്ള ബർക്കത്ത്. നബിമാരുടെ ശരീരം തന്നെ ബർക്കത്തുള്ളതാണ്. എങ്ങനെ ബർക്കത്തുള്ളത്? അതുകൊണ്ട് നമുക്ക് ബർക്കത്തെടുക്കാൻ പറ്റും വിധം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീരിൽ ബർക്കത്തുണ്ട്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയിൽ ബർക്കത്തുണ്ട്, വിയർപ്പിൽ ബർക്കത്തുണ്ട്. സഹാബികൾ അതുകൊണ്ട് ബർക്കത്തെടുത്തിരുന്നു. അപ്പം അவ்விധം നബിമാരുടെ പ്രത്യേകതയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആ രീതിയിലുള്ള ബർക്കത്ത് നൽകിയിരിക്കുന്നു. എന്നാൽ നബിമാരല്ലാത്തവരെ, മുസ്ലിമിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുസ്ലിമീങ്ങളെ കുറിച്ച് ബർക്കത്തിൽ മുസ്ലിം, മുസ്ലിമിന്റെ ബർക്കത്ത് പോലെ ചില വൃക്ഷങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇന്ന മിന അശ്ശജരി ലമാ ബറകതുഹു കബറകത്തിൽ മുസ്ലിം എന്നാണ്. വൃക്ഷങ്ങളിൽ ചിലതുണ്ട് അവയുടെ ബർക്കത്ത് മുസ്ലിമിന്റെ ബർക്കത്ത് പോലെ എന്ന് പറഞ്ഞു. അപ്പം മുസ്ലിമിന് ബർക്കത്തുണ്ട്. എന്താ മുസ്ലിമിന്റെ ബർക്കത്തിന്റെ പ്രത്യേകത? ആ ബർക്കത്ത് അള്ളാഹു നൽകിയതാണ്. പക്ഷേ അത് വിചാരിച്ചിട്ടല്ലേ മുസ്ലിമിന്റെയും ശരീരം നബിമാരുടെ ശരീരത്തിൽ നിന്ന് ബർക്കത്തെടുക്കുന്ന പോലെ ബർക്കത്തെടുക്കാവുന്ന ബർക്കത്ത അല്ല. പ്രത്യുത ഈമാൻ, സൽപ്രവൃത്തി, ഇവകളാലുള്ള ബർക്കത്താണ്. അത് നബിമാരുടെ ശരീരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതുപോലുള്ളതായ ബർക്കത്തല്ല. അബൂബക്കർ റളിയല്ലാഹു തആലാന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞില്ലേ, മാ ഹാദിഹി ബി അവ്വലി ബറകതികും യാ ആല അബീബക്കർ. ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ റളിയല്ലാഹുവിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ബർക്കത്ത് പറയണം. ആ ബർക്കത്ത് എന്താ?
അതവരുടെ ഇസ്ലാമിലേക്കുള്ള മുന്നേറ്റം, നന്മയിലേക്കുള്ള മുന്നേറ്റം തുടങ്ങിയതായ ബർക്കത്താണ്. ഇത് അബൂബക്കർ റളിയല്ലാഹുവിന് ബർക്കത്തുണ്ട്, അവരുടെ കുടുംബത്തിന് ബർക്കത്തുണ്ട് എന്ന് വിചാരിച്ചിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൗതിക ശരീരത്തിൽ നിന്ന് ബർക്കത്ത് എടുത്തിരുന്നത് പോലെ സഹാബികൾ ആരും ചെന്നിട്ട് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കുടുംബത്തിൽ നിന്ന് ബർക്കത്ത് എടുത്തിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മുടിയാവട്ടെ, വിയർപ്പ്, അതുപോലെ തന്നെ ഉമിനീര്, ഇതുകൊണ്ടൊന്നും സഹാബികൾ ആരും ബർക്കത്ത് എടുത്തിട്ടില്ല. അപ്പോൾ ആ ബർക്കത്ത് എന്താ? അത് നബിമാരുടെ ഭൗതിക ശരീരത്തിലുള്ള ബർക്കത്ത് പോലുള്ള ബർക്കത്തല്ല. നബിമാരുടെ ശരീരത്തിൽ അള്ളാഹു ഏകിയതായ ബർക്കത്ത്, അതുകൊണ്ട് ബർക്കത്ത് എടുക്കാവുന്നതാണ്. ആ രീതിയിലുള്ള ബർക്കത്ത് എടുക്കൽ മുസ്ലിമിൻ്റെ ശരീരത്തിൽ അള്ളാഹു നിശ്ചയിച്ച, നബിമാരല്ലാത്തവരുടെ ശരീരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതായ ബർക്കത്ത് കൊണ്ട് ബർക്കത്ത് എടുക്കാൻ പാടുള്ളതല്ല. അപ്പം ബർക്കത്ത് അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹു പലതിലും ബർക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. അത് നബിമാരിലുണ്ട്, നബിമാരല്ലാത്ത സാലിഹീങ്ങളിലുണ്ട്. അതേപോലെ സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നിശ്ചയിച്ച സ്ഥലങ്ങളുണ്ട്. നമുക്കറിയാം, പള്ളികൾ, അതേപോലെ തന്നെ പള്ളികളിൽ തന്നെ മസ്ജിദുൽ ഹറാം, അൽ മസ്ജിദുൽ ഹറാം, അതുപോലെ മസ്ജിദുൽ നബവി, അൽ മസ്ജിദുൽ അഖ്സ, ഇവക്കൊക്കെ പ്രത്യേകം ബർക്കത്തുണ്ട്. ഇങ്ങനെ സ്ഥലങ്ങൾ. അതേപോലെ തന്നെ സമയങ്ങൾ, ദുൽഹജ്ജ് 10 ആദ്യ പകലുകൾ, വിശുദ്ധ റമദാൻ മാസം, റമദാൻ മാസത്തിൽ തന്നെയും അതിലെ ഒടുവിലത്തെ രാവുകൾ, ആ ഒടുവിലത്തെ രാവുകളിൽ തന്നെ ഒറ്റട്ട രാവുകൾ, ലൈലത്തുൽ ഖദറിൻ്റെ രാവ്, ഇങ്ങനെ സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റ് വസ്തുക്കളിൽ, ഇപ്പോൾ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ, അതേപോലെ തന്നെ ഇപ്പോൾ തേൻ, അതേപോലെ ജെയ്ത്തൂൻ വൃക്ഷം ഷജറത്തും മുബാറകത്താണ്. അതേപോലെ തന്നെ കുലു ജെയ്ത്തൂൻ വദ്ദഹിനൂബി, നിങ്ങൾ ജെയ്ത്തൂൻ തിന്നോളിയും അതുകൊണ്ട് എണ്ണ ഉപയോഗിച്ചോളിയും, എണ്ണ പുരട്ടിക്കോളിയും. ഫൈനഹ മിൻ ഷജറത്തി മുബാറക, അത് മുബാറകത്തായ വൃക്ഷത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഹബത്തുൻ സൗദ, കരിഞ്ജീരകം തുടങ്ങി ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു, മാഉ സംസം വെള്ളം, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പ്രത്യേകം ബർക്കത്തുള്ളതായ വസ്തുക്കളാണ്. പറഞ്ഞു വരുന്നത് അള്ളാഹുവിൽ നിന്നാകുന്നു ബർക്കത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട് പലരിലും. അത് രണ്ടാമത്തെ സംഗതി. മൂന്നാമത്തേത്, എങ്ങനെ ബർക്കത്ത് എടുക്കണം? ബർക്കത്ത് എടുക്കേണ്ടത് എങ്ങനെയാണോ ബർക്കത്ത് എടുക്കാൻ മതം പറഞ്ഞത്, ദീൻ പഠിപ്പിച്ചത്, ആ രീതിയിലാണ് ബർക്കത്ത് എടുക്കേണ്ടത്. ദീൻ പഠിപ്പിക്കാത്ത രീതിയിൽ ബർക്കത്ത് എടുക്കുന്ന അവസ്ഥ ഉണ്ടായാൽ അപ്പോഴാണ് മനുഷ്യന്മാർ ബർക്കത്തിൻ്റെ, തബറുക്കിൻ്റെ വിഷയത്തിൽ തെറ്റായ സമീപനങ്ങളിൽ അകപ്പെടുക. ഉമർ റളിയല്ലാഹു തആല അൻഹു ഹജറുൽ അസ്വദ് ചുംബിച്ചപ്പോൾ പറഞ്ഞു, ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്നുള്ള കല്ല, അനുഗ്രഹീത കല്ല. ആ കല്ലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുംബിച്ചിട്ടുണ്ട്. അത് കഅബ നിർമ്മിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബയിൽ വെച്ച കല്ലാണ്. സ്വർഗത്തിൽ നിന്നിറങ്ങിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുംബിച്ച, കഅബ നിർമ്മിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബത്തിൽ വെച്ച് നിർമ്മിച്ച കല്ലാണ് ഹജറുൽ അസ്വദ്. പക്ഷേ ഉമർ റളിയല്ലാഹു തആല ഹജറിനെ ചുംബിച്ചപ്പോൾ എന്താ പറഞ്ഞത്? നീ ഒരു കല്ലാണ് എന്നുള്ളത് എനിക്കറിയാം, ഉപകാരം കൊണ്ടുവരാത്ത, ഉപദ്രവം ചെറുക്കാത്ത കല്ല്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല. അപ്പൊ ഹജറുൽ അസ്വദ് ചുംബിക്കുക എന്നുള്ളത് അതിൽ നിന്നുള്ള ബർക്കത്ത് എടുക്കലാണ്, ശറഅ് പറഞ്ഞ രീതിയിൽ. പക്ഷേ ചുംബിക്കൽ മാത്രമാണ്. അത് വെള്ളത്തിലിട്ട് കുടിക്കലോ, അല്ലെങ്കിൽ അത് വായിലിട്ട് വിഴുങ്ങലോ, അല്ലെങ്കിൽ അതുകൊണ്ട് മറ്റെന്തെങ്കിലും ചെയ്യലോ, അങ്ങനെയല്ല ബർക്കത്തെടുക്കൽ. ശറഅ് എങ്ങനെ ബർക്കത്തെടുക്കാൻ പഠിപ്പിച്ചുവോ ആ രീതിയിൽ ബർക്കത്തെടുക്കുക എന്നുള്ളതാണ്. ഇതേപോലെ ഓരോ വിഷയങ്ങളിലും. അപ്പോൾ അള്ളാഹുവിൽ നിന്നാണ് ബർക്കത്ത്. അള്ളാഹു ചില വ്യക്തികളിൽ, സ്ഥലങ്ങളിൽ, സമയങ്ങളിൽ, സംഗതികളിൽ ബർക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. ബർക്കത്ത് എടുക്കേണ്ടത് ശറഅ് എങ്ങനെ പറഞ്ഞുവോ പഠിപ്പിച്ചുവോ
ആ രീതിയിൽ മാത്രമാകുന്നു. ഇത് തബറുക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രഥമമായ ഭാഗങ്ങളാണ്. ഇവിടെ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി വൃക്ഷങ്ങളെ കൊണ്ട്, കല്ലിനെ കൊണ്ട്, അവ പോലുള്ളത് കൊണ്ട് ബർക്കത്തെടുക്കുന്നവരുടെ വിധി പറയുന്ന, അല്ലെങ്കിൽ അവരെക്കുറിച്ച് പറയുന്ന അധ്യായം എന്ന് പറഞ്ഞിട്ടാണ് ഈ അധ്യായം തുടങ്ങുന്നത്. അതിൽ ഒന്നാമത്തേത്, അപ്പം ഈ വിഷയത്തിൽ എന്താ, ഷിർക്കിയായ കാര്യങ്ങൾ ഉണർത്താനാണ് പറയുന്നത്. അപ്പോൾ ചില വൃക്ഷങ്ങൾ കൊണ്ട് ചിലർ ബർക്കത്തെടുക്കുന്നുണ്ട്, അതേപോലെ കല്ലുകൾ കൊണ്ട് ബർക്കത്തെടുക്കുന്നുണ്ട്. ശറഅ് നിശ്ചയിച്ചിട്ടില്ലാത്ത തെറ്റായ രീതിയിലുള്ള ബർക്കത്തെടുക്കൽ, ഷിർക്കിയായ രീതിയിലുള്ളതായ ബർക്കത്തെടുക്കൽ, അതിൻ്റെ വിഷയങ്ങളാണ് ഇവിടെ തെളിവുകളായിട്ട് ഉദ്ധരിക്കപ്പെടുന്നത്. ഒന്നെന്താ, വഖൗലുല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വാക്കാണ്. അത് അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വമനാത الثالثة الأخرى അലകുമുൽ ദക്കറു വലഹുൽ ഉൻസ തിൽക ഇദൻ ഖിസ്മത്തുൻ ദീസ. ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ മുശ്രിക്കുകളുടെ അടുക്കലുണ്ടായിരുന്ന ഷിർക്കൻ സമീപനങ്ങളായിരുന്നു ഈ ആയത്തുകൾ അവതരിപ്പിക്കാൻ കാരണം. അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ, അഫറഅയ്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ എന്നാണ്. അവിടെ നിങ്ങൾ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ചുള്ള വിവരം പറയാൻ വേണ്ടിയിട്ടുള്ള കൽപ്പനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അതായത് നേരിട്ടുള്ള തഫ്സീറല്ല, പ്രത്യുത ലാസിമായിട്ടുള്ള തഫ്സീറാണ്. എന്ന് പറഞ്ഞാൽ അഫറഅയ്തും എന്ന് പറഞ്ഞ ഇവിടെ ഉദ്ദേശം, അതിൻ്റെ ഉദ്ദേശം അഖ്ബിറൂനി, നിങ്ങൾ എന്നോട് പറയുവീൻ. എന്തിനെക്കുറിച്ച്? ലാത്തയെക്കുറിച്ചും ഉസ്സയെക്കുറിച്ചും മനാത്തയെക്കുറിച്ചും. എന്താ ലാത്ത, എന്താണ് ഉസ്സ, എന്താ മനാത്ത? ലാത്ത എന്ന് പറഞ്ഞാൽ തായിഫിലുള്ള സഖീഫ് ഗോത്രക്കാരുടെ ഒരു ആരാധന വിഗ്രഹമായ കല്ലും കാവുമാണ്. അതെങ്ങനെ അവിടെ ഒരു കല്ല് ആരാധിക്കപ്പെട്ടത്, കാവ് വന്നത്? ലാത്ത എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാളൊരു പുണ്യാളനായിരുന്നു. ഹാജിമാർ, പണ്ട് കാലങ്ങളിൽ ഹജ്ജ് ചെയ്യുന്നവർക്ക് ഹാജിമാരെ സ്വീകരിക്കുക, സൽക്കരിക്കുക എന്നുള്ളത് പുണ്യകർമ്മമാണ്. അപ്പോൾ പണ്ട് കാലം മുതലേ അത് ചെയ്യാറുണ്ട്. അതിൽ അറബികൾ മത്സരിക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നതിൽ അഭിമാനം കാണാറുണ്ട്. ലാത്ത എന്ന് പറയുന്ന വ്യക്തി കാന യലിത്തു സവീഖ ലിൽ ഹാജ് എന്നാണ്. ഹാജിമാർക്ക് ഈ അദ്ദേഹം ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കി കൊടുക്കും. മധുര പായസം പോലുള്ളതായ മധുര പദാർത്ഥം ഉണ്ടാക്കിയിട്ട് ഹാജിമാരെ സൽക്കരിക്കുമായിരുന്നു. അങ്ങനെ ഈ ലാത്ത മരിച്ചപ്പോൾ അയാളെ മറമാടി. അങ്ങനെ അയാളെ മറമാടിയെടുത്ത് ഒരു കല്ലുണ്ടായിരുന്നു. ആ കല്ലിനെ പിന്നീട് ഇവർ ആരാധിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, ഈ ഖബറിന് ചുറ്റും ആളുകൾ ചടഞ്ഞിരിക്കാൻ തുടങ്ങി, ഭജന ഇരിക്കാൻ തുടങ്ങി. ആ ഖബറിനരികിൽ കല്ലുണ്ട്. ആ കല്ലിനെ
ആദരിക്കാനും ആരാധിക്കാനും തുടങ്ങി. പിന്നെ അതൊരു ആരാധനാലയാക്കി മാറ്റി. അങ്ങനെയാണ് സഖീഫ് ഗോത്രത്തിൻ്റെ ആരാധനിക്കാനുള്ള കല്ലും കാവും അവിടെ നിലവിൽ വന്നത്. അതിൻ്റെ അടിസ്ഥാനം ഒരു പുണ്യാളൻ മഹാൻ അയാളെ മറമാടിയ ഖബറിടാണ്. ആദരവ് പിന്നീട് ആരാധനയായിട്ട് മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി നിയോഗിക്കപ്പെടുമ്പോൾ ലാത്ത ആരാധിക്കപ്പെടുന്നുണ്ട്. മക്കം ഫതഹിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫതഹാക്കി തൻ്റെ സൈന്യത്തെ ഹുനൈന് നേരെ നിയോഗിച്ചു. ഹുനൈൻ അതിനെ തുടർന്ന് സഖീഫ് ഗോത്രം കീഴടങ്ങി. സഖീഫ് ഗോത്രം ഇസ്ലാം സ്വീകരിച്ചതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു തആല അൻഹുവിനെ ലാത്തയുടെ നേരെ നിയോഗിക്കുകയും അങ്ങനെ ആ ലാത്ത വിഗ്രഹത്തെ തകർക്കുകയും അവിടുത്തെ കാവ് പൊളിക്കുകയും അങ്ങനെ ആ സ്ഥലം ചുടുകയും ചെയ്തു. ആര്? അൽ മുഗീറ ഇബ്നു ശുഅബ റളിയല്ലാഹു തആല അൻഹു. ആ ലാത്ത ഒരു വെളുത്ത കല്ലായിരുന്നു എന്നും അവിടെ അവർക്കൊരു ആരാധനാലയം ഉണ്ടായിരുന്നു എന്നും അതേപോലെ തന്നെ ആ ആരാധനാലയത്തിൽ കുറേ പൂജാരികളും പിന്നെ അവിടെ ഇതിൻ്റെ പരിചാരകരുമൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ അൽ മുഗീറ ഇബ്നു ശുഅബ റളിയല്ലാഹു തആലയുടെ സൈന്യം തുരുത്തുകയും അങ്ങനെ ആ ഇടം തകർക്കപ്പെടുകയും ഉണ്ടായിരുന്നാണ്. ഈ പൂജാരികളും ഈ കാവിൻ്റെ ഭക്തന്മാരും അൽ മുഗീറ ഇബ്നു ശുഅബയോട് ലാത്തയുടെ കുരുത്തക്കേട് തട്ടും എന്ന് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തെ പ്രയാസപ്പെടുത്താൻ ശ്രമിച്ച ചരിത്രം കാണാൻ സാധിക്കും. കുരുത്തക്കേട് തട്ടും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അൽ മുഗീറ ഇബ്നു ശുഅബ റളിയല്ലാഹു തആല അൻഹു തൻ്റെ കൂടെയുള്ളവരോട് പറഞ്ഞ് ഞാനിപ്പോൾ നിങ്ങൾക്കൊരു തമാശ കാണിച്ചു തരാം. അങ്ങനെ അൽ മുഗീറ ഇബ്നു ശുഅബ ലാത്തയെ നശിപ്പിക്കാൻ വേണ്ടി വെട്ടാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ അദ്ദേഹം വീണ്. അപ്പോൾ ഇത് കണ്ടിരുന്നിരുന്ന ലാത്തയുടെ ഭക്തന്മാരൊക്കെ പറയാൻ തുടങ്ങി, ഓ ലാത്തയുടെ കുരുത്തക്കേട് തട്ടി, ലാത്ത മുഗീറയെ നശിപ്പിച്ചിരിക്കുന്നു. അപ്പം മുഗീറ റളിയല്ലാഹു തആല എഴുന്നേറ്റ് നിന്ന് എനിക്കൊരു അപകടവും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് ചിരിക്കുകയും ഈ വിഗ്രഹത്തിൻ്റെ പേരിൽ ഇവർക്കുണ്ടായിരുന്ന മൗഢ്യമായ വിശ്വാസത്തിൻ്റെ ആ ബോഷ്ക്ക് തൻ്റെ കൂടെയുള്ളവരെ ധരിപ്പിക്കുകയും ആ ആളുകളെയും ധരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ഉണ്ടായി എന്നൊക്കെ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഏതായാലും ഇതാണ് ലാത്ത. ഈ ലാത്തയെ മുശ്രിക്കുകൾ ആദരിക്കുകയും ആ ആദരവിൻ്റെ തുടർച്ച അത് ആരാധനയിലായി. ഇവിടെ ഇത് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി കൊടുക്കാൻ കാരണം ലാത്തയെ കൊണ്ട് ബർക്കത്തെടുത്തിരുന്നു എന്നർത്ഥം. എങ്ങനെയുള്ള ബർക്കത്ത്? ഷിർക്കൻ ബർക്കത്ത്. അപ്പോൾ ലാത്ത ഒരു കല്ലാണ്, അതൊരു കാവാണ്. ഈ കല്ലിലും കാവിലും അന്ധമായ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തിയിട്ട് ആളുകൾ അവയെ തലയോടി വണങ്ങി ബർക്കത്തെടുക്കുന്ന രീതിയുണ്ട്. ഇതേപോലെ പല ആളുകളും പിൽക്കാലങ്ങളിൽ ഇതുപോലുള്ള കല്ലുകളെയും അതേപോലെ തന്നെ തൂണുകളെയും മരങ്ങളെയും മറ്റൊക്കെ അവയിൽ വിശ്വാസം അർപ്പിച്ചിട്ട് ബർക്കത്തെടുക്കുന്ന രീതിയുണ്ട്. നമ്മൾ പല മുസ്ലിം നാടുകളിലും നമ്മുടെ നാട്ടിലും ഒക്കെ കാണുന്ന കുറേ സംഗതികളാണ്. ചില മരത്തുമ്മ കാണാൻ ചില പ്രത്യേക കെട്ടുകൾ, അതേപോലെ തന്നെ ചില കല്ലുകളിൽ കാണാൻ ചില ആളുകൾ പോയിട്ട് തടവിണ്, അതേപോലെ തന്നെ ചിലർ കാണാൻ തടവിയിട്ട് സ്വന്തം ശരീരത്തിൽ തടവിണ്. ഇങ്ങനെ ഈ വസ്തുക്കളിൽ കൽബ് സമർപ്പിച്ച് അവയിൽ നിന്ന് ബർക്കത്തെടുക്കുന്ന രീതി അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക രീതിയല്ല, മുസ്ലിമീങ്ങളുടെ രീതിയല്ല, പ്രത്യുത മുശ്രിക്കുകളുടെ ഷിർക്കൻ തബറുക്കിൻ്റെ രീതിയാണ് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഇതിവിടെ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവരുന്നത്. അഫ്റഅയ്തുമുൽ ലാത്ത്. അതേപോലെ വൽ ഉസ്സ. ഉസ്സ എന്ന് പറഞ്ഞാൽ എന്താ? ഉസ്സ എന്ന് പറഞ്ഞാൽ മക്കയുടെയും തായിഫിൻ്റെയും ഇടയിൽ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്ന ബർക്കത്തെടുത്തിരുന്നതായ ഒരു വൃക്ഷമാണ്.
ഈ വൃക്ഷം ഒരു കാവെന്ന പോലെയായിരുന്നു. അവിടെ ഒരു പെണ്ണ് പൂജാരിയായിട്ടുണ്ടായിരുന്നു. മക്ക ഫതഹിനെ തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉസ്സ എന്ന് പറയുന്ന വൃക്ഷത്തെ, ആരാധിക്കപ്പെടുന്ന വൃക്ഷത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹു നിയോഗിക്കുന്നത്. അങ്ങനെ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു ചെന്ന്, അപ്പം അത് വൃക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൃക്ഷങ്ങളുടെ കൂട്ടാണ്, 3 വൃക്ഷങ്ങൾ കൂടിക്കൊണ്ടാണ്. അങ്ങനെ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്ത്, ആ വൃക്ഷങ്ങളെയും അതേപോലെ തന്നെ അതിൻ്റെ പൂജാരിയായിട്ടുണ്ടായിരുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു, അവളെയും ഉസ്സ എന്നാണ് പറഞ്ഞിരുന്നത്. ഈ പെണ്ണിനെയും ഉസ്സ എന്നാണ് പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ അവിടുത്തെ പരിചാരികരെയും എന്ത് ചെയ്ത്, യുദ്ധം ചെയ്ത് അവരെ വധിച്ച്. അങ്ങനെ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു മടങ്ങിയപ്പോൾ ഇബ്നു ഹിഷാമിൻ്റെ സീറയിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാലിദിനോട് പറഞ്ഞു, ഇർജി ഫഇന്നക ലം തസ്ന ഷൈഅൻ, മടങ്ങിപ്പോയിക്കോ, ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. നിങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം ഖാലിദ് റളിയല്ലാഹു തആല അൻഹു ചെന്നപ്പോൾ പിന്നെ ആളുകളുണ്ട് അവിടെ, ഇതിൻ്റെ പൂജാരികളായിട്ടുള്ള ആളുകളുണ്ട്. ഖാലിദ് റളിയല്ലാഹു അൻഹു വീണ്ടും മടങ്ങി വരുന്നത് ഇവർ കണ്ടപ്പോൾ എന്ത് ചെയ്ത്, ഇവർ മലൻ്റെ മുകളിൽ കൂടി രക്ഷപ്പെട്ട്. പക്ഷേ ഈ കാവിന് മുന്നിൽ, ഈ വൃക്ഷത്തിന് മുന്നിൽ ഒരു പെണ്ണ് നഗ്നയായി അവളുടെ മുടി വിതറിയിട്ട് നിൽക്കുന്നത് കണ്ട്. ഈ പെണ്ണായിരുന്നു അവിടുത്തെ പൂജാരി. ഇവൾ ജിന്നി സേവയും ഷെയ്ത്താൻ സേവയൊക്കെ ആയിട്ട് അവിടുത്തെ വഴികേടിൻ്റെ നേതാവായിരുന്നു. അങ്ങനെ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു ഈ സ്ത്രീൻ്റെ നേരെ ആയുധം പ്രയോഗിക്കുകയും അവളെ കൊല്ലുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തിൽക്കൽ ഉസ്സ, അവളാണ് ഉസ്സ എന്ന് പറഞ്ഞു. അവളാണ് ഉസ്സ എന്ന് പറഞ്ഞാൽ എന്താ, ഉസ്സ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമായ ഉസ്സ എന്നുള്ള അർത്ഥത്തിലല്ല, അത് അവിടെയുള്ള വൃക്ഷങ്ങളാണ്. പക്ഷേ ഇവളായിരുന്നു അതിൻ്റെ നേതാവും അതേപോലെ തന്നെ പൂജാരിയും. ഇവൾ മുഖാന്തരാണ് ആളുകൾ അവിടെ ഷിർക്കിലേക്ക് കൂപ്പ് കുത്തിയിരുന്നത് എന്ന അർത്ഥത്തിലാണ് ആ പ്രയോഗം. ഏതായാലും അഫറായിത്തുമുല്ലാത്ത വൽ ഉസ്സ, ലാത്തയെയും ഉസ്സയെയും നിങ്ങൾ കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ അവയെക്കുറിച്ച് വിവരം പറഞ്ഞു തരൂ എന്നിവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് എന്തിനാ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ആ ആയത്ത് ഇവിടെ കൊണ്ടുവന്നത്? അതായത് മുശ്രിക്കുകൾ കല്ല്, അതേപോലെ തന്നെ മരം, ഇവകളെ നിശ്ചയിച്ച് ആദരിക്കുകയും അതിൽ നിന്ന് ബർക്കത്തെടുക്കുകയും ചെയ്ത് അങ്ങനെ ഷിർക്ക് ചെയ്തിരുന്നു. ഷിർക്കൻ ബർക്കത്തിൻ്റെ രീതി ഈ വിഗ്രഹങ്ങളുടെ വിഷയത്തിൽ അവർ കൊണ്ടു നടന്നിരുന്നു എന്നുള്ളത് ഉണർത്താനും മനസ്സിലാക്കി തരാനുമാണ്. പിന്നെ വ മനാത്ത സാലിസത്തൽ ഉഖ്റ, മൂന്നാമത്തെ മനാത്ത സാലിസ മൂന്നാമത്തെ. അൽ ഉഖ്റ എന്ന് പറഞ്ഞാലോ അത് വളരെ നിസ്സാരമായ, നിന്യമായ എന്നുള്ള ഒരു ആശയത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചിട്ടുള്ളത്. മറ്റേ മൂന്നാമത്തെ മനാത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അൽ ഉഖ്റ എന്ന് പ്രയോഗിച്ചത് അത് നിസ്സാരമായ, നിന്യമായ എന്നുള്ള ഒരു അർത്ഥം പിന്നെ അതിൽ മനസ്സിലാക്കാനാണ്. എന്താ മനാത്ത? മനാത്ത അത് ഹുദൈൽ ഗോത്രങ്ങളൊക്കെ ആരാധിച്ചിരുന്ന ഇതുപോലുള്ള ഒരു വിഗ്രഹമാണ്. ലാത്തയുടെയും ഉസ്സയുടെയും വിഷയത്തിൽ എന്ന പോലെ പിന്നെ അത് പിന്നെ മക്കയിൽ നിന്ന് മദീനയുടെ ഭാഗത്തേക്ക് അൽ ഖദീദ് എന്നൊക്കെ പറയുന്ന സ്ഥലത്തിൻ്റെ ആ ഭാഗത്തായിരുന്നു ഈ മുശ്രിക്കുകൾ അതിനെ സ്ഥാപിച്ചിരുന്നത്.
ലാത്തയുടെയും മനാത്തയുടെയും വിഷയത്തിൽ ഉസ്സയുടെയും വിഷയത്തിൽ എന്ന പോലെ തന്നെയായിരുന്നു മുശ്രിക്കുകൾക്ക് മനാത്തയുടെയും വിഷയത്തിൽ ഉണ്ടായിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ വ മനാത്ത സാലിസത്തുൽ ഉഖ്റ എന്ന് പറഞ്ഞിട്ട് ഈ ആയത്തിൽ മുശ്രിക്കുകൾ ഈ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു. ഷിർക്കൻ വിശ്വാസങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവർ ഷിർക്കൻ ബർക്കത്തെടുക്കൽ ഈ വിഗ്രഹങ്ങളിലൂടെ നടത്തിയിരുന്നു. യഥാർത്ഥത്തിൽ അവ കല്ലും വൃക്ഷവുമാണ്. പക്ഷേ അതിനെ ആരാധനാമൂർത്തികളാക്കി അവയിൽ ഹൃദയം ബന്ധിപ്പിച്ച് അതുകൊണ്ട് അവ കൊണ്ട് അനുഗ്രഹം പ്രതീക്ഷിച്ച് അതിൽ നിന്ന് അനുഗ്രഹമെടുക്കുന്ന പ്രവൃത്തികൾ ചെയ്തിരുന്നു. അങ്ങനെയുള്ള മുശ്രിക്കുകളുടെ നിലപാടുകൾ, സമീപനങ്ങൾ മുസ്ലിമീങ്ങൾക്കുണ്ടാവരുത്. അത് ഷിർക്കൻ രീതികളാണ് എന്നുള്ളത് അറിയിക്കാനാണ്. നമുക്കറിയാം ഇസ്ലാമിക ചരിത്രത്തിൽ ചില വൃക്ഷങ്ങളെക്കുറിച്ച്. ഒന്ന്, നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനക്കാരായ ആളുകളോട് ഹിജ്റയുടെ 11-12 വർഷങ്ങളിൽ അല്ലെങ്കിൽ 12-13 വർഷങ്ങളിൽ ബൈഅത്ത് സ്വീകരിച്ചിട്ടുണ്ട്. മിനയിൽ വെച്ചിട്ട് അഖബയിൽ വെച്ചുള്ള ആ ബൈഅത്ത് സ്വീകരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വൃക്ഷത്തിനടുത്ത് വെച്ചിട്ടാണ് ആ ബൈഅത്ത് സ്വീകരിച്ചിരുന്നത്. ഇന്ന് നമ്മൾ ജംറകളിൽ കല്ലെറിയുമ്പോൾ മിനയിൽ നിന്ന് മക്കയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ആദ്യം ജംറത്തുൽ കുബ്ര, ജുംറത്തുൽ സുഗ്റ, പിന്നെ ജംറത്തുൽ വുസ്ത, പിന്നെ ജംറത്തുൽ കുബ്ര. ഈ ജംറത്തുൽ കുബ്രയാണ് ജംറത്തുൽ അഖബ. ആ ജംറത്തുൽ അഖബയിൽ നിന്ന് പിന്നിലേക്ക് നമ്മൾ കല്ലെറിയാൻ നിൽക്കും പോലെ വലതു ഭാഗത്ത് മിനയും ഇടതു ഭാഗത്ത് മക്കയും ആക്കിയിട്ടാണ് നിന്നിട്ടാണല്ലോ നമ്മൾ കല്ലെറിയാം, അതിലേക്ക് തിരിഞ്ഞു നിന്നിട്ട്. അങ്ങനെ ജംറയുടെ അടുത്ത് നിന്നിട്ട് ഒരു 60 അടി ബാക്കിലേക്ക് നടന്നാൽ എത്ര ദൂരണ്ട, അത്ര ദൂരത്തിലായിരുന്നു ആ വൃക്ഷം എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അവിടെ ഒരു വൃക്ഷം ഉണ്ടായിരുന്നു. അവിടെ അടുത്ത് വെച്ചിട്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനക്കാരോട് ബൈഅത്ത് ചെയ്തത്. അതാണ് അഖബ ഉടമ്പടി എന്ന് പറയുന്നത്. ആ വൃക്ഷം ഇന്നില്ല. പിൽക്കാലത്ത് അത് മുറിച്ചു മാറ്റപ്പെടുകയാണ് ചെയ്തത്. എന്തുകൊണ്ട്? ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈഅത്ത് സ്വീകരിച്ച വൃക്ഷമാണ്, ഈ വൃക്ഷത്തിനടുത്ത് വെച്ചാണ് ബൈഅത്ത് സ്വീകരിച്ചത് എന്നതിനാൽ ആളുകൾ അവിടെ പോയിട്ട് നിസ്കരിക്കാനും ആ വൃക്ഷത്തെ തലോടാനും ആ വൃക്ഷത്തിൽ പല കെട്ടുകൾ വീഴ്ത്താനും അങ്ങനെ തങ്ങളുടെ ഹൃദയം അതിൽ ബന്ധിച്ച് അതിൽ നിന്ന് ബർക്കത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ. അത് കാരണത്താലാണ് പിൽക്കാലത്ത് ആ വൃക്ഷം മുറിച്ചു മാറ്റിയത് എന്ന് അഖീദയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈഅത്തുർ റിദ്വാൻ നിർവഹിച്ചത് ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ചാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വൃക്ഷത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ ഇദ് യുബായിഊനക തഹ്ത അഷ്ജറ. വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്ന് നിങ്ങളോട് ബൈഅത്ത് ചെയ്യുന്ന വേളയിൽ ആ വിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രീതിപ്പെട്ടിരിക്കുന്നു. അവിടെ വൃക്ഷത്തിന് ചുവട്ടിൽ എന്ന് പറഞ്ഞു. ഏതാ വൃക്ഷം? ഷജറത്തുർ റിദ്വാൻ. ബൈഅത്തുർ റിദ്വാൻ നടന്നത് ഈ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ചിട്ടാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറ നിർവഹിക്കാൻ വേണ്ടി വന്ന ആ വർഷം ഹുദൈബിയയിൽ തടയപ്പെടുകയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ മക്കക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് പറഞ്ഞയച്ചപ്പോൾ ഉസ്മാൻ തിരിച്ചു വരാൻ വൈകി. ഒരു വാർത്ത വരുന്നു, ഉസ്മാൻ വധിക്കപ്പെട്ടിരിക്കുന്നു. ഇത് കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടൻ മരണത്തിന്റെ വിഷയത്തിൽ 1400 വരുന്ന സഹാബത്തിനോട് ബൈഅത്ത് ചെയ്ത് മക്കക്കാരോട് ഉസ്മാന്റെ രക്തത്തിന് പകരം വീട്ടാൻ വേണ്ടി ആ ബൈഅത്ത് സഹാബികൾ റസൂൽ നിർവഹിച്ചതാണ് ഈ വൃക്ഷത്തിന്റെ ചുവട്ടിൽ. ആ വൃക്ഷത്തെയും പിന്നീട് മുസ്ലിമീങ്ങൾ പിൽക്കാലത്ത് അതിൻ്റെ അടുത്ത് പോയിരിക്കാനും അവിടെ നിസ്കരിക്കാനും അതേപോലെ തന്നെ അവിടെ ഓരോ മുറാദ് ഹാസിലാകാൻ വേണ്ടിയിട്ട് പല പരിപാടികൾ ചെയ്യാനും കാരണമാക്കി. അപ്പോൾ ആ വൃക്ഷത്തെയും മുറിച്ചു മാറ്റുകയാണ് ചെയ്തത് ഉമർ റളിയല്ലാഹു തആലയുടെ ഖിലാഫത്തിൽ. അപ്പോൾ ശറഅ് നിശ്ചയിച്ചിട്ടില്ലാത്ത ബർക്കത്ത് നിശ്ചയിച്ചിട്ടില്ലാത്ത വസ്തുക്കളിൽ ശറഅ് പഠിപ്പിച്ചിട്ടുള്ള രീതിയിലുള്ളതായ ബർക്കത്തെടുക്കൽ അത്
തങ്ങൾക്ക് പല നന്മകളും കൊണ്ടുവരും, അതേപോലെ തന്നെ തങ്ങളിൽ നിന്ന് പല തിന്മകളും ചെറുക്കും എന്ന നിലക്ക് വിശ്വാസം അവയിൽ അർപ്പിച്ചുകൊണ്ടാകുമ്പോൾ അത് വലിയ ശിർക്കാണ്, അപകടകരമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അത് അതിൻ്റെ ഗൗരവത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തുടക്കം. അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ വമനാത്ത സാലിസത്തൽ ഉഖ്റ അലക്കുമുദ് ദക്റു വലഹുൽ ഉൻസ തിൽക ഇദൻ ഖിസ്മത്തുൻ ദീസ. അത് പിന്നെ ബഹുദൈവ വിശ്വാസികളുടെ മറ്റൊരു വിശ്വാസമാണ്. അവർക്ക് പെൺമക്കളോട് നീരസവും വെറുപ്പുമായിരുന്നു. അവർ പെൺമക്കളെ വധിച്ചിരുന്നു, ജീവിക്കാൻ സമ്മതിച്ചിരുന്നില്ല. മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന് പറഞ്ഞിട്ട് അവർ മലക്കുകളെ അള്ളാഹുവിലേക്ക് ചേർക്കുന്നു. പെൺമക്കളെ തങ്ങൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ പെൺമക്കളെ കുഴിച്ചു മൂടും. അവർക്ക് ആണ് മക്കളെ മതി എന്ന് അവർ ജൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് അള്ളാഹു ചോദിക്കുകയാണ് അലക്കുമുദ് ദക്കർ, നിങ്ങൾക്ക് ആണും, വലഹുൽ ഉൻസ, അള്ളാഹുവിന് പെണ്ണുമാണോ. തിൽക ഇദൻ ഖിസ്മത്തുൻ ദീസ, വളരെ അന്യായമായ ഒരു വിഭജനം തന്നെയാണ് അത് എന്ന് തുടങ്ങിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേറൊരു വിഷയമാണ് തുടർത്തി പറയുന്നത്. ഇൻ ഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമൂഹാ അൻതും വആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ യത്തബിഊന ഇല്ല ദന്ന വമാ തഹ്വൽ അൻഫുസ് വലഖദ് ജാഅഹും മിൻ റബ്ബിഹിമുൽ ഹുദ. ഏതായാലും ഇതാണ് പിന്നെ ആ ആയത്തിൻ്റെ തുടക്ക ഭാഗത്തുള്ള ഭാഗമാണ് നമ്മുടെ വിഷയം. അതിൽ നിന്നുള്ള പാഠം നമ്മൾ മനസ്സിലാക്കിയത്. ഇനി ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം തുർമുദി അദ്ദേഹത്തിൻ്റെ സുനനിൽ റിപ്പോർട്ട് ചെയ്യുന്ന, തുർമുദി സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഹദീസാണ് കൊടുക്കുന്നത്. അത് അൻ അബി വാഖിദിൻ ലൈസി റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. അബൂ വാഖിദിൻ ലൈസി റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. അദ്ദേഹം പറയുകയാണ്, ഖറജ്നാ മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഹുനൈൻ, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഹുനൈനിലേക്ക് പുറപ്പെട്ടു. ഹുനൈനിലേക്ക് പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഹുനൈൻ യുദ്ധത്തിന് പുറപ്പെട്ടു എന്നർത്ഥം. വനഹ്നു ഹുദസാഉ അഹദിൻ ബികുഫർ, അപ്പോൾ ഞങ്ങൾ ഹുദസാഉ അഹദിൻ ബികുഫർ എന്ന് പറഞ്ഞാൽ എന്താ? കുഫറിനോട് വേർപെട്ടിട്ട് ഇസ്ലാമിലേക്ക് വന്നിട്ട് കുറച്ചു കാലേ ആയിട്ടുള്ളൂ എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ മക്കം ഫതഹിൽ ഇസ്ലാം സ്വീകരിച്ചവരാണ്. ഹുനൈൻ യുദ്ധം എപ്പോഴാണ് നടക്കുന്നത്? ഹുനൈൻ യുദ്ധം നടക്കുന്നത് മക്കം ഫതഹിനെ തുടർന്നാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10,000 പേരെയും കൊണ്ടാണ് മക്കയിലേക്ക് വരുന്നത്, മക്കം ഫതഹാക്കുന്നതിന് വേണ്ടി. മക്കം ഫതഹാക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത് മക്കയോടടുത്ത് എത്തുമ്പോഴാണ് എല്ലാവരും അറിയുന്നത്. യഥാർത്ഥത്തിൽ തായിഫ് നിവാസികളും സഖീഫ് ഗോത്രം, അതേപോലെ തന്നെ അവിടെയുള്ള മറ്റു ഗോത്രങ്ങളൊക്കെ വിചാരിച്ചത് ഞങ്ങളെ ആക്രമിക്കാനാണ്, ഞങ്ങളോട് യുദ്ധം ചെയ്യാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബിയും കൂട്ടരും വരുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ സഖീഫ് ഗോത്രം വിശിഷ്യ വലിയ ഒരു സൈന്യത്തെ ഒരുക്കിയിട്ട് കാത്തു നിൽക്കുകയാണ്. ഇവിടെ ഔത്താസ് നിവാസികൾ, അതേപോലെ തന്നെ പിന്നെ തായിഫുകാർ, ഇവരൊക്കെ വലിയൊരു സൈന്യത്തെ ഒരുക്കിയിട്ട് നിൽക്കുകയാണ്. എന്തിന്? അവിടെ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തിനെയും ചേർക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തായിഫല്ല ഉദ്ദേശിക്കുന്നത്, പിന്നെയോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിക്കുന്നത് മക്കയെയാണ്. അപ്പം മക്കം ഫതഹായി. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുന്നത് തായിഫുകാരുടെ സൈനിക സജ്ജീകരണത്തെക്കുറിച്ചും അവർ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നതിനെക്കുറിച്ചും. അപ്പോൾ ഒരിക്കലും മക്ക ഫതഹായിട്ടുണ്ടെങ്കിലും അവിടെ സുസ്ഥിതിയില്ല. കാരണം മക്കയിൽ നിന്ന് വെളിപ്പാടകലെ എന്ന പോലെയാണ് തായിഫുള്ളത്. അവിടെയുള്ള മുശ്രിക്കുകൾ വലിയ ഒരു ആയുധ പടയുമായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? മക്കം ഫതഹായ ഉടനെ തന്നെ തൻ്റെ സൈന്യത്തെ തായിഫിന് നേരെ നിയോഗിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതറിഞ്ഞ അവിടെയുള്ള ഗോത്ര വിഭാഗങ്ങൾ, ആ ഭാഗത്തുള്ള ജനവിഭാഗങ്ങൾ എന്ത് ചെയ്ത് തായിഫിലേക്ക് പോകുന്ന വഴിയിലുള്ള, അതേപോലെ തന്നെ ഔത്താസിലേക്കൊക്കെയുള്ള വഴിയിലുള്ള ഈ ഹുനൈൻ മലകളുടെ സൈഡിൽ പിന്നെ ഒളിപ്പോരാളികളെ നിർത്തുകയും അങ്ങനെ വഴിയിൽ വെച്ച് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തികളെയും ഇവർ ഒളി ആക്രമണം നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഹുനൈനിൽ വെച്ചിട്ട് യുദ്ധം സംജാതമാകുന്നത്. അല്ലെങ്കിൽ ഹുനൈനിൽ ഒരു യുദ്ധം സംജാതമാകേണ്ട അവസ്ഥ അല്ല, പിന്നെയോ അതിനപ്പുറമാണ് യുദ്ധം നടക്കേണ്ടിയിരുന്നത്. പക്ഷേ ഈ ഒളിപ്പോരാളികളുടെ പെട്ടെന്നുള്ളതായ ആക്രമണം കാരണത്താൽ അതോട് ഒരു യുദ്ധക്കളായി. ഈ പെട്ടെന്നുള്ള ആക്രമണം നടക്കുക
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള ആളുകൾ ആരാ? മുഹാജിറുകളും അൻസാരികളും ഉണ്ട്. പിന്നെ കൂടുതലുള്ളത് പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ്. മക്കം ഫതഹിൽ ഇസ്ലാമിലേക്ക് വന്ന ആളുകളാണ്. അവർ ഈ പെട്ടെന്നുള്ള ഒളിയാക്രമണത്തിൽ എന്ത് ചെയ്തു? അവർ വിരണ്ടോടാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഹുനൈൻ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ മുസ്ലിമീങ്ങൾക്ക് അപകടം പറ്റുകയും പ്രയാസങ്ങൾ ഉണ്ടാവുകയും ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വിട്ട് നിയോഗിക്കുകയും അങ്ങനെ വിളിച്ചു പറയാൻ, ജനങ്ങളെ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരൂ, ജനങ്ങളെ തിരിച്ചു വരൂ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറയുവാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ആളുകളെ വീണ്ടും ഹുനൈനിൻ്റെ ഭാഗത്തേക്ക് ഒരുമിച്ച് കൂട്ടുകയും പിന്നെ ഹുനൈൻ യുദ്ധം നടന്നത് മുസ്ലിമീങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നീട് വിജയമായി മാറുകയും ചെയ്തത്. ഏതായാലും ഈ ഹുനൈൻ യുദ്ധം, അതിലേക്ക് പുറപ്പെടുന്ന ആളുകൾ ഹുദസാഉ അഹദിൻ ബി കുഫർ, പുതുതായി ഇസ്ലാമിലേക്ക് വന്നവരാണ്, കുഫറിനോട് പടുത്ത് വിട പറഞ്ഞവരാണ്. അങ്ങനെയുള്ള ഞങ്ങളെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുനൈനിലേക്ക് പുറപ്പെട്ട്, അങ്ങനെ ഇദ്ദേഹം പറയാണ് വലിൽ മുശ്രിക്കീന സിദ്റത്തുൻ യഅകുഫൂന ഇൻദഹ, വലിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്നു, മുശ്രിക്കുകൾക്ക് അവരുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്നു സിദ്റത്തുൻ, ഒരു വൃക്ഷം, ഇലന്ത മരം. എന്താ ഇതിന്റെ പ്രത്യേകത? യഅകുഫൂന ഇൻദഹ, ആ ഇലന്ത മരത്തിന്റെ അടുക്കൽ മുശ്രിക്കുകൾ ഭജനം ഇരിക്കുമായിരുന്നു. വയനൂതൂന ബിഹ അസ്ലിഹതഹും, അവരുടെ ആയുധങ്ങൾ അവർ ആ വൃക്ഷത്തിൽ ബന്ധിക്കുകയും ചെയ്തിരുന്നു. യുഖാലു ലഹ, ആ വൃക്ഷത്തിന് വിളിക്കപ്പെട്ടിരുന്ന പേര് ദാത്തു അൻവാത്ത്, ദാത്തു അൻവാത്ത് എന്നാണ്. അപ്പോൾ 3 കാര്യങ്ങളാണ് മുശ്രിക്കുകൾ ചെയ്തിരുന്നത് ഈ വൃക്ഷത്തോട്. ഒന്ന്, ആ വൃക്ഷത്തെ അവർ ആദരിച്ചിരുന്നു. അതുകൊണ്ടാണ് ലിൽ മുശ്രിക്കീന സിദ്റത്ത്, മുശ്രിക്കുകൾക്ക് സിദ്റത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നിശ്ചയിച്ചതായിരുന്നു അത്. ആ ലാമുൽ മിൽക്ക് എന്ന് പറഞ്ഞാലും അതേപോലെ തന്നെ ലാമുൽ ഇഖ്തിസാസ് എന്ന് പറഞ്ഞാലും അത് ആദരിക്കാൻ വേണ്ടിയിട്ട് അവർ നിശ്ചയിച്ചിരുന്നതായ, പ്രത്യേകമാക്കിയിരുന്നതായ മരമാണ്. അതുകൊണ്ട് അവർക്ക് അതിനോട് ആദരവുണ്ടായിരുന്നു. മാത്രമല്ല യഅകുഫൂന ഇൻദഹ, രണ്ടാമത്തെ കാര്യം, അതിൻ്റെ അടുക്കൽ അവർ പോയിട്ട് ചടഞ്ഞിരിക്കും, എഴുത്തിക്കാഫുണ്ട്, ഭജന ഇരിക്കുമായിരുന്നു. മൂന്നാമത്തേത് അവരുടേത്, അവരവരുടെ ആയുധങ്ങൾ അതിൽ കൊളുത്തിയിടുമായിരുന്നു. ചില റിപ്പോർട്ടുകളിൽ വർഷത്തിലൊരിക്കലായിരുന്നു അവർ ഇപ്പണി ചെയ്തിരുന്നത് എന്നാണ്. തബറക്ക് ഹൗലി ഇബ്നു ഇസ്ഹാഖിൻ്റെ ഒക്കെ പിന്നെ സിറയിലുള്ളത്, വർഷത്തിലൊരിക്കൽ അവരെന്ത് ഈ വൃക്ഷത്തിലേക്ക് ലക്ഷ്യമിട്ടിട്ട് ചെല്ലും, എന്നിട്ട് അവർ ഇങ്ങനെ ചെയ്തിരുന്നു എന്നാണ്. ഏതായാലും ഈ 3 സംഗതികൾ ഈ വൃക്ഷവുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായിരുന്നു. അതിൻ്റെ പേര് ദാത്ത് അൻവാത്ത് എന്നായിരുന്നു. അങ്ങനെ ഫമറർന ബിസിദ്റത്തിൻ, മുശ്രിക്കുകൾ ഇങ്ങനെ ആദരിച്ചിരുന്നതായ ഒരു സിദ്റയുടെ അടുക്കലൂടെ ഞങ്ങൾ നടന്നു. അബൂബക്കർ ലൈസി പറയാണ്, ഫഖുൽന, അങ്ങനെ ഞങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഇജ്അൽ ലനാ ദാത്ത അൻവാത്ത്, ഞങ്ങൾക്ക് നിങ്ങളൊരു ദാത്ത് അൻവാത്തിനെ നിശ്ചയിച്ചു തരണം. ദാത്ത് അൻവാത്ത് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു സിദ്റത്ത് വൃക്ഷം നിശ്ചയിച്ചു തരണം. ഇവിടെ ഇജ്അൽ എന്ന് പറഞ്ഞാൽ നിശ്ചയിച്ചു തരണം, ശർഈ ആയിട്ടുള്ള നിശ്ചയിച്ചു തരലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയാണ്. അപ്പോൾ മതപരമായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വൃക്ഷം നിശ്ചയിച്ചു തരണം എന്ന രീതിയിൽ അവർ പറയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറയാണല്ലോ. എങ്ങനെ നിശ്ചയിച്ചു തരണം? കമാ ലഹും ദാത്ത് അൻവാത്ത്, അവർക്ക് ദാത്ത് അൻവാത്ത് ഉള്ളതുപോലെ. കാരണം മുശ്രിക്കുകൾക്ക് ദാത്ത് അൻവാത്ത് ഉണ്ട്, ഞങ്ങൾക്കും അങ്ങനെ ഒരു ദാത്ത് അൻവാത്ത് വേണം. അപ്പോൾ യുദ്ധത്തിന് പോകുകയല്ലേ, അവരെടുത്തും ആയുധമുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ചെന്ന് ആയുധമൊക്കെ കൊളുത്തിയിട്ട്, എന്തിനാണ് ദാത്ത് അൻവാത്തിൻ്റെ അടുക്കൽ മുശ്രിക്കുകൾ പോയിട്ട് അവരുടെ ആയുധങ്ങൾ കൊടുത്തിട്ടിരുന്നത്? ഖുവ്വത്ത് ലഭിക്കാനാണെന്നാണ്, ശക്തി ലഭിക്കാൻ, ആയുധത്തിന് ബലം കിട്ടണം, അതേപോലെ തന്നെ ശക്തി കിട്ടണം, അതിനാണ് ഇവരെ ചെയ്തിരുന്നത് എന്നാണ്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങനെ പറഞ്ഞു, അവർക്ക് ദാത്ത് അൻവാത്തുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ദാത്ത് അൻവാത്തിനെ നിശ്ചയിക്കണം. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു ആകുന്നു ഏറ്റവും മഹാൻ, അല്ലാഹു ആകുന്നു ഏറ്റവും വലിയവൻ.
ഇന്നഹ സുനൻ, ഇതത്രേ ചര്യകൾ. ഖുൽതും വല്ലദീ നഫ്സി ബിയദി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അഥവാ അള്ളാഹുവാണ് സത്യം, നിങ്ങൾ പറഞ്ഞിരിക്കുന്നു കമ ഖാലത് ബനു ഇസ്രായീൽ ലി മൂസ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ബനു ഇസ്രായീൽ പറഞ്ഞതുപോലെ. എന്താ ബനു ഇസ്രായീൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞത്? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ ഖാല ഇന്നകും ഖൗമുൻ തജ്ഹലൂൻ. ഇസ്രായേലിയർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞത് ഇജ്അൽ ലനാ ഇലാഹൻ, ഞങ്ങൾക്കൊരു ഇലാഹിനെ നിശ്ചയിച്ചു തരണം, കമാ ലഹും ആലിഹ, അവർക്ക് ഇലാഹുകൾ ഉള്ളതുപോലെ. അഥവാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലിയരെയും കൊണ്ട് ഈജിപ്തിൽ നിന്ന് സമുദ്രമാർഗേണ മറുകര പറ്റി. അങ്ങനെ രക്ഷപ്പെടുത്തിയ ഇസ്രായേലിയരെയും കൊണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നടക്കുകയാണ്. മരുഭൂമി കടൽ കടന്ന് മരുഭൂമിയിൽ. അപ്പോഴാണ് ഫാത്തു അലാ ഖൗമി യഅ്കുഫൂന അലാ അസ്നാമിൻ ലഹും, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്രായേലിയരും ഒരു ജനവിഭാഗത്തിൻ്റെ അരികിലൂടെ എത്തി. അവരുടെ വിഗ്രഹങ്ങളുടെ അടുക്കൽ ഭജന ഇരിക്കുകയാണ്, ചടിഞ്ഞിരിക്കുക. ഇത് ഇസ്രായേലിയർ കണ്ടപ്പോൾ ഇസ്രായേലിയർ പറഞ്ഞത് ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അണ്ട് അവരൊക്കെ ഭജന ഇരിക്കാൻ അവർക്കൊക്കെ വിഗ്രഹങ്ങളുണ്ട്, മൂസ ഞങ്ങൾക്കും ഒരു വിഗ്രഹത്തെ നിശ്ചയിച്ചു തരണം. അപ്പൊ ഖാല ഇന്നകും ഖൗമുൻ തജ്ഹലൂൻ, അപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ വിവരമില്ലാത്ത ഒരു ജനവിഭാഗം തന്നെ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഇസ്രായേലിയർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞതുപോലെ ഒരു വർത്താനാണ് നിങ്ങൾ പറഞ്ഞത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഇസ്രായേലിയരുടെ മക്കാൽ സംസാരം അതെന്താ? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്ക് വിഗ്രഹം ഉള്ളതുപോലെ ഞങ്ങൾക്കൊരു വിഗ്രഹത്തെ നിശ്ചയിച്ചു തരണം. അതിനോട് സാദൃശ്യപ്പെടുത്തി ഏതിനെ? ഇവർ പറഞ്ഞ ഈ വാക്കിന്. അതെന്താ? ഇജ്അൽ ലനാ ദാത അൻവാത്ത് കമാ ലഹും ദാത അൻവാത്ത്. അപ്പോൾ മുസ്ലിമീങ്ങളിൽ പുതുതായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഈ ആളുകൾ അവരുടെ വായിൽ നിന്ന് വന്ന ഇജ്അൽ ലനാ ദാത അൻവാത്ത് കമാ ലഹും ദാത അൻവാത്ത് എന്ന വാക്കിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാദൃശ്യപ്പെടുത്തിയത് ഇസ്രായേലിയരുടെ ഞങ്ങൾക്കൊരു വിഗ്രഹത്തെ ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് വിഗ്രഹമുള്ളതുപോലെ എന്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയോടുള്ള വാക്കിനെയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ലതർകബുൻ സുനന മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുമ്പുള്ളവരുടെ ചര്യകൾ അതിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പുലുകുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. ഇതാണ് ഇമാം തുർമുദിയുടെ റിവായത്തിലുള്ളത്. ഈ ഹദീസിന് വേറെയും റിവായത്തുകൾ കാണുവാൻ സാധിക്കും. പിന്നെ ഏതായാലും അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് അവർ എന്ന് ചോദിച്ചപ്പോൾ യഹൂദരാണ് ക്രൈസ്തവരാണെന്ന് പറഞ്ഞപ്പോൾ റസൂൽ അവരല്ലാതെ പിന്നെ മറ്റാരാണ് ജനങ്ങളിൽ എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണുവാൻ സാധിക്കും. ഏതായാലും ഇവിടെ വിഷയം മുശ്രിക്കുകൾ അവർക്ക് ഒരു വൃക്ഷം ഉണ്ടായിരുന്നു, ആ വൃക്ഷത്തെ അവർ ആദരിച്ചിരുന്നു. രണ്ടാമത് ആ വൃക്ഷത്തിനരികിൽ അവർ ചടഞ്ഞിരുന്നിരുന്നു. മൂന്നാമത്തേത് ആ വൃക്ഷത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കാൻ അവർ അവരുടെ ആയുധങ്ങൾ അതിൽ കൊളുത്തിയിരുന്നു. പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു വിഭാഗം ആളുകൾ അവർക്ക് ദീനിൽ വേണ്ടത്ര ജ്ഞാനങ്ങൾ ഉണ്ടാകണേ ഉള്ളൂ. കാരണം എന്താ? മക്ക ഫതഹിനോടനുബന്ധിച്ച് ഇസ്ലാം സ്വീകരിക്കണം. അതിനെ തുടർന്നാണ് എന്ത്? ഹുനൈൻ യുദ്ധം. അപ്പോൾ അവർക്ക് കൂടുതൽ ഇസ്ലാമികമായിട്ട് പഠിക്കാനും അറിയാനുള്ള അവസരമായിട്ടില്ല. അതുകൊണ്ടാണ് കേവലം ഇവരുടെ വാക്കിൽ ഇവരുടെ വിഷയത്തിൽ കുഫർ വിധിക്കാതിരുന്നത്. എന്നാലോ ആ വാക്ക് വളരെ ഗൗരവമായിട്ടുള്ള വാക്കാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ വിഗ്രഹത്തെ ചോദിച്ചതിന് തുല്യമായിട്ട് ഈ വാക്കിനെ വെക്കുകയുണ്ടായത്, അതിനോട് തുല്യപ്പെടുത്തുകയുണ്ടായത്. വളരെ ഗൗരവമുള്ളതാണ്. ഇതേപോലെ
പല മുസ്ലിമീങ്ങളും പല വിഷയങ്ങളിലും പരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഹൃദയങ്ങൾ ഇത്തരം വൃക്ഷങ്ങളിൽ, കല്ലുകളിൽ, അതേപോലെ തന്നെ ഖബറുകളിൽ, ജാറങ്ങളിൽ, മഖാമുകളിൽ, അവിടെയുള്ള നിലവിളക്കുകളിൽ, അവിടെയുള്ള എണ്ണയിൽ, അതേപോലെ തന്നെ അവിടെയുള്ള പട്ടുകളിൽ എന്നു വേണ്ട നമ്മുടെ പണ്ഡിതന്മാർ അവരുടെ പ്രസംഗങ്ങളിൽ വിശദീകരിക്കാറുള്ളത് പോലെ പാലക്കാട് ജില്ലയിലെ പുത്തിരിപ്പാടം മൈതാനത്ത് പുത്തിരിപ്പാടം എന്ന സ്ഥലത്ത് ഒരു വൃക്ഷം ഇതേപോലെ ഒരു വൃക്ഷം തന്നെ ആരാധിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം. അതിന്മേൽ കുറേ കയറുകൾ കെട്ടിയത് കാണാം അതിൻ്റെ ചിത്രത്തിൽ. അതേപോലെ അതിന്മേൽ കുറേ പച്ച വിരിച്ചത് കാണാം. അതിന് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കാണാം. അതായത് അന്നത്തെ പച്ചയായ ഷിർക്കിൻ്റെ രൂപങ്ങൾ ഈ ആയത്തുകൾ, ഹദീസുകൾ കൈകാര്യം ചെയ്യുന്ന അതേ വിഷയങ്ങൾ ഇന്ന് സമുദായത്തിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ജാറങ്ങളുമായി ബന്ധപ്പെട്ട് കല്ലുകളിൽ തടകി തലോടുന്നത്, തടവുന്നത്, അതേപോലെ തന്നെ ചുമരുകൾ, തൂണുകൾ ഇതൊക്കെ തടവുവാനും അതേപോലെ തന്നെ തലോടുവാനും അതിൽ നിന്ന് ബർക്കത്ത് സ്വീകരിക്കുവാനും ഒക്കെയുള്ള പ്രവൃത്തികൾ ധാരാളമായിട്ട് മുസ്ലിം സമൂഹത്തിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ അധ്യായം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരം മുസ്ലിമീങ്ങൾ കാണുന്നതായ ഈ ഷിർക്കിൻ്റെ മബാഹിറുകൾ, പ്രകട രൂപങ്ങൾ, അതിനെ ചികിത്സിക്കലാണ്. അതിനു വേണ്ടിയിട്ടാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ അധ്യായത്തിൽ ഈ ആയത്തും അതേപോലെ തന്നെ ഈ ചരിത്ര സംഭവവും ഇവിടെ കൊണ്ടുവരികയുണ്ടായത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിഷയ സംബന്ധമായിട്ട് ഷിർക്കിൻ്റെ മറ്റൊരു രൂപവുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകുന്നതായ ഭാഗം നമുക്ക് തുടർന്ന് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈ ദീനിൽ ഇസ്തിഖാമത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ചു മരിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമ്മൾ തുണക്കുമാറാവട്ടെ. ഒരു ചോദ്യം: ഉസ്സയ്ക്ക് പിന്നിലുണ്ടായിരുന്ന സ്ത്രീ ഒറിജിനലായിരുന്നോ അതോ പിശാചി സ്ത്രീ വന്നതായിരുന്നു? ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് അതിൻ്റെ ഒരു പൂജാരിയായ പെണ്ണായിരുന്നു എന്നാണ്. അവിടെ ഉണ്ടായിരുന്ന പിശാച് സേവ നിർവഹിക്കുന്ന, ജിന്നി സേവ നിർവഹിച്ചിട്ട് ഷിർക്കിൻ്റെ കർമ്മങ്ങൾ നിർവഹിച്ചിരുന്നതായ അവിടുത്തെ ഒരു മുശ്രിക്കത്തായ സദനത്തെ ഒരു പെണ്ണായിരുന്നു എന്നുള്ളതാണ്. അവളിങ്ങനെ മുടി അയച്ച് ചിതറി നഗ്നിയായിട്ട് നിന്നിരുന്നു എന്നുള്ളതാണ്. അതാണ് ചരിത്രകാരന്മാരിൽ പലരും ഉണർത്തിയിട്ടുള്ളത്. അല്ലാഹു ആലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈ ദീനിൽ ഇസ്തിഖാമത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ചു മരിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമ്മൾ തുണക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.